ഹലോ, ഇന്ന് ഞാനൊരു കുഞ്ഞു കഥ പറയാം. ഇൻ അമേരിക്ക ദെയർ എക്സിസ്റ്റ് എ ഫേമസ് റോഡ്. ഈ റോഡ് ഇൻ്റർസ്റ്റേറ്റ് 55-ന് പാരലായിട്ട് ഉണ്ടായിരുന്ന ഒരു റോഡാണ്. ഈ റോഡിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഈ കാർസ് മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനകത്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ പേരാണ് ദ മദർ റോഡ് അല്ലെങ്കിൽ റൂട്ട് 66. ഇതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഹൈവേ ആണ് കേട്ടോ. ശരിക്കും ഉള്ളതാണ്. ഷിക്കാഗോയിൽ നിന്നും കാലിഫോർണിയ വരെ പോകുന്ന ഈ റോഡിൻ്റെ എക്സാക്ട്ലി ഉള്ള ദൂരം എന്ന് പറയുന്നത് 3940 കിലോമീറ്റേഴ്സാണ്. ഏകദേശം 2-3 ആഴ്ചയൊക്കെ എടുക്കും കേട്ടോ പോവാൻ. അപ്പോൾ ദ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷിക്കാഗോയിൽ നിന്നുമാണ് ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഒന്നുകൂടെ ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ. പിന്നീട് പോയിട്ട് ഞങ്ങൾ ഇലിനോയ്സ് വരെ എത്തി. ഈ റോഡ് ആക്ച്വലി ഇലിനോയ്സിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. കാരണം ഈ റോഡിലൂടെ പോകണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷം ഞങ്ങളുടെയൊക്കെ മുഖത്ത് കാണാനുമുണ്ട്. ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തത് പോരാഞ്ഞിട്ട് ഞങ്ങളുടെ കാറിനെയും കൂടി ഞങ്ങൾ അവിടെ നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. അങ്ങനെ കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കിനും നമ്മുടെ എബ്രഹാം ലിങ്കൻ്റെ നാടായ ഇലിനോയ്സിലേക്ക് ഞങ്ങൾ എത്തി. ഇലിനോയ്സിൽ വന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഗ്യാസ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടാൽ പഴയതാണെന്ന് തോന്നുമെങ്കിലും എല്ലാ ടെക്നോളജിയും പുതിയതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീൻ ഡൈനോസറിനെ ഞാൻ കണ്ടു. അപ്പോൾ തന്നെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു വെച്ചു. ഇനി കണ്ടില്ലെങ്കിലോ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളൊരു പഴയ ബിൽഡിങ് കണ്ടു. ആൻ ഓൾഡ് ബിൽഡിംഗ് വിത്ത് എ മോഡേൺ ട്വിസ്റ്റ്. അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. കുറച്ചുകൂടെ പോയി അപ്പോഴാണ് നമ്മൾ ഈ ജെമിനി ജയൻ്റ് എന്ന് പറഞ്ഞ ആസ്ട്രോനട്ടിനെ കണ്ടത്. അവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളൊരു ഡ്രൈവേയിലേക്ക് എത്തിപ്പെട്ടു. അതിൻ്റെ പേരാണ് പോൾക്ക ഡോട്ട് ഡ്രൈവ് ഇൻ. ഇതിനകത്ത് ഈ മദർ റോഡിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോപ്പ് കൾച്ചറിൽ പെട്ട ഒരുപാട് പേരുടെ ഇതുപോലത്തെ ഫിഗറിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ കുറച്ചുകൂടെ പോയപ്പോഴത്തേനും ഞങ്ങൾക്ക് എൽവിസ് പ്രിസ്ലിയുടെ സ്റ്റാച്യു ഒക്കെ കാണാനായിട്ട് പറ്റി. ആള് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അമേരിക്കൻ സിംഗർ ആണല്ലോ. പിന്നീട് നോക്കിയപ്പോൾ ദാ ഇവരും നിൽക്കുന്നു, ബ്ലൂസ് ബ്രദേഴ്സ്. ഇവരുടേതും ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കൂട്ടത്തിലൊന്നും പെടാത്ത ഒരാളെ കാണുന്നത്. സൂപ്പർമാൻ്റെ ഫിഗറിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഫോട്ടോ എടുത്തു. പിന്നീട് പോയപ്പോൾ ദാ ഇവർ വീണ്ടും ഇവിടെ ഇരുന്ന് ദ ബാൻഡ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവരെയും കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഐസ്ക്രീം പാർലറിൻ്റെ മുകളിലായിട്ട് വീണ്ടും അവരിയ്ക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. വീണ്ടും ഫോട്ടോ എടുത്തു. ഇന്നത്തേത് ഞങ്ങളുടേത് ഒരു അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ഈ റൂട്ട് 66 ആക്ച്വലി ഇപ്പോൾ 100 ഇയേഴ്സ് ആയിരിക്കുകയാണ്. എനിവേ ഇതിൻ്റെ ഈ 100th ഇയർ ആകുന്ന സമയത്ത് ഞങ്ങൾക്കും ഇതിൽ പോകാൻ പറ്റിയല്ലോ.